ഹേ മച്ചാന്മാരെ, അങ്ങനെ നമ്മുടെ ഗെയിമിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ അപ്ഡേറ്റ് കാര്യങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ തന്നെ പോയി അപ്ഡേറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ അപ്ഡേറ്റിനകത്ത് എന്തൊക്കെ ഐറ്റംസ് കാര്യങ്ങൾ വന്നേക്കുന്നത് കാണിച്ചു തരുന്നതാണ്. ഞാൻ രാവിലെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ഡേറ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസും കാര്യങ്ങളും ഞാൻ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അപ്ഡേറ്റിൽ നമുക്ക് ആദ്യം വന്ന് ബുഗാട്ടി കാറിങ്ങാണ്. ബുഗാട്ടിയുടെ ചിപ്പ് കോഡ് എന്ന് വെച്ചാൽ 8012 എന്ന് നമ്മൾ കോൾ ചെയ്താൽ നമ്മുടെ ബുഗാട്ടി കാറും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുന്നതാണ്. 8012 എന്ന് കോൾ ചെയ്ത് തന്നെ നമ്മുടെ ബുഗാട്ടി കാറും കാര്യങ്ങളൊക്കെ സ്പോൺ ആവുന്നതായിരിക്കും. ഇപ്പോൾ അപ്ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്യുന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കിട്ടുന്നതായിരിക്കും. ഓൾസോ നമുക്ക് കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ എല്ലാ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ മിക്സഡ് കളറും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഞാൻ ഇപ്പുറത്ത് RGB കളറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കളറും കാര്യങ്ങളൊക്കെ ബുഗാട്ടിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബുഗാട്ടിയിലൊക്കെ നൈസായിട്ട് ഓടിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് എനിക്ക്. അതുപോലെ തന്നെ അടുത്തൊരു ചിപ്പ് കോഡ് കാര്യങ്ങളാണ് നമുക്ക് കാളവണ്ടിയാണ് 8011 നമുക്ക് കോൾ ചെയ്ത് നമുക്ക് കാളവണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. നിങ്ങളുടെ വരുന്നത് കാളവണ്ടി നമുക്ക് റൈഡിങ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്കയാണ്, സെറ്റാണ്. നമുക്ക് ഓടിക്കുന്ന ഓപ്ഷനിൽ തന്നെ നമുക്കൊരു ശബ്ദം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു മണിക്കിലുക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് കാളവണ്ടി എങ്ങനെയാണോ ഓടുന്നത് അതുപോലെ തന്നെയാണ് കാളയ്ക്ക് മണിയൊക്കെ കെട്ടി ഓടുന്ന രീതിയിലാണ് നമുക്കിത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ റിയൽ ഫീൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കാളവണ്ടിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കാളവണ്ടിയുടെ ചിപ്പ് കാര്യങ്ങളും അവർ പറഞ്ഞില്ലെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് 8011 എന്ന് കോൾ ചെയ്ത് തന്നെ നമ്മുടെ കാളവണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ് നമുക്ക് ബുള്ള് മാത്രമേ ഉള്ളൂ എന്നതിൽ പറഞ്ഞു, നമുക്ക് കാള മാത്രമേ കിട്ടുന്നുള്ളതാണ് പറഞ്ഞത്. കാളയും ഇതിനകത്തുണ്ട്, കാളവണ്ടി ഉണ്ട്, രണ്ടും ഉണ്ട്. നമുക്ക് കാളയെന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഉള്ളിലേക്ക് ബുൾ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് തന്നെ BULL ടൈപ്പ് ചെയ്ത് തന്നെ നമുക്ക് കാളയും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ കാളയിലും ഇതേ സെയിം ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. അത് നമുക്ക് കാളയ്ക്കകത്ത് കയറിയിരുന്ന് നമുക്ക് റൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. കാളയുടെ സൈഡിൽ പോയി നമുക്ക് ഇങ്ങനെ കയറാനുള്ള ഓപ്ഷൻ കാര്യമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഓടാനൊക്കെ പറ്റുന്നതാണ്. നമ്മുടെ കാളയ്ക്കകത്ത് നിന്ന് റൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. കാളയ്ക്കകത്ത് ഇരുന്ന് റൈഡ് ചെയ്യാൻ ഓക്കെയാണ്, ബെറ്ററാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാനാണ്. ബുഗാട്ടിയാണ് ഇഷ്ടപ്പെട്ടത്, കാളവണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്, അത് ബുള്ളാണ് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ നമുക്ക് പ്രോപ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പ്രോപ്സാണ് വന്നേക്കുന്നത്. ഒന്ന് വാട്ടർ പ്രോപ്സും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ പ്രോപ്സും കാര്യങ്ങളാണ് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ 2 പ്രോപ്സും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇനിയോട് മോഡ് ഓൺ ആക്കട്ടെ. മോഡ് ഓൺ ആക്കിയതിന് ശേഷം അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് മിസ്റ്റേക്ക് കാര്യങ്ങൾ പറ്റിയായിരുന്നു. ഞാനിവിടെ മൂഡ് ഓൺ എന്നാണ് ചെയ്തത്. MOD അടിക്കാൻ പോയതാണ്, പക്ഷേ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഇവിടെ കണ്ടോ, ഞാനിവിടെ മോഡി അടിച്ചപ്പോഴും പെട്ടെന്ന് ഇങ്ങനെയാണ്. ഞാൻ ഈ പ്രാവശ്യം കറക്റ്റായിട്ട് തന്നെയാണ് ഞാൻ MOD എന്ന് പറഞ്ഞ് അടിച്ചിട്ട് ഞാൻ നോക്കി അടിച്ചത്. അപ്പോൾ എനിക്കിപ്പോൾ മോഡും കാര്യങ്ങളൊക്കെ ഓണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോഡ് വെച്ചിട്ട് എങ്ങനെയാണ് വർക്കും കാര്യങ്ങളും ഇത് ചെയ്യുന്നത് ഞാൻ കാണിച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും 2 സെലക്ട് ചെയ്യാനാണ്. ഞാനിപ്പോൾ ഗ്ലാസ് സെലക്ട് ചെയ്യുന്നത്. ഗ്ലാസ് സെലക്ട് ചെയ്ത് മണ്ടയ്ക്ക് വെച്ച് ഞാനിവിടെ കോപ്പി കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കോപ്പി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ ആയിട്ടുണ്ട്, അത് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓരോന്നെടുത്ത് മാറ്റി കാണിച്ചിരുന്നതാണ്. അപ്പം ഇതാണ് നമുക്ക് കോപ്പി കാര്യങ്ങൾക്കായിട്ട് തന്നെ ഇങ്ങനെ ഓരോന്നിരുന്നിട്ട് കോപ്പിയും കാര്യങ്ങളൊക്കെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിലീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഡിലീറ്റും കാര്യങ്ങളൊക്കെ ഓരോന്നിരുന്നിട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പം ഈ മോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഐറ്റംസ് കാര്യങ്ങൾ, ഈ 2 പ്രോപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നമുക്കിവിടെ ഇത് കോപ്പി മൂവും ഡിലീറ്റും മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ XYZ ഉണ്ട്. ലാർജ് ആക്കാം, സ്മോൾ ആക്കാം, ഏത് ഷേപ്പും കാര്യങ്ങളൊക്കെ വരുത്താനൊക്കെ പറ്റുന്ന ഓപ്ഷൻസ് കാര്യങ്ങളാണ് ഈ XYZ. അപ്പം ഈ XYZ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതിന്. ഇനി നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്ഷൻ കാര്യങ്ങൾ, ഫീച്ചർ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇമേജസും കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 ഇമേജസും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഓരോരോ ഇമേജസും കാര്യങ്ങളും ആഡ് ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ B16 എടുത്തു, അതുപോലെ തന്നെ B7 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വൈറ്റ് കളറായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുള്ളത് B8 എടുത്തു. അപ്പോൾ നിങ്ങളിപ്പോൾ കുറേ പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളും, ഇത് വൈറ്റ് ആണല്ലോ, ഈ ഇമേജ് എന്ന് പറയുന്നത് വൈറ്റും കാര്യങ്ങളാണല്ലോ കാണുന്നതിന് കുറേ പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഞാൻ ഇനി B10 കൂടെ എടുക്കുകയാണ്. നമുക്ക് തന്നെ B1 തൊട്ട് B10 വരെ ഉണ്ട്. ഇനി ഞാൻ B1 എടുക്കാൻ പോവാണ്. അപ്പോൾ BA1 കൂടെ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. BA1 ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഒരു ഇമേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ BA2 എടുക്കുമ്പോൾ എനിക്കിവിടെ രണ്ടാമത്തെ ഇമേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്.
BA3 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് മൂന്നാമത്തെ ഇമേജ് കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ BA4 കൂടെ ടൈപ്പ് ചെയ്തതിന് നാലാമത്തെ ഇമേജും കൂടെ വന്നിട്ടുണ്ട്. BA5 ഞാൻ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് കാണിക്കാതിരിക്കുന്നത്. ഞാൻ BA5 അല്ലെങ്കിൽ കുറേ പേരോട് ചോദിച്ചിട്ട് വരും BA5 ഇല്ലെന്ന്. അപ്പോൾ നമുക്കവിടെ 1, 2, 3, 4 ഇമേജ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതിനകത്ത് വൈറ്റ് കളർ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത് ഈ വൈറ്റ് കളറിനകത്ത് ഇങ്ങനെയാണ് ഇമേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ശ്രമിക്കുന്നതാണ്. ഇതിനകത്ത് എങ്ങനെയാണ് ഇമേജും കാര്യങ്ങളും വരുന്നത് കാണിച്ചു തരുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഗെയിം എടുത്തതിന് ശേഷം നമ്മളൊന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്കിപ്പോൾ അപ്ഡേറ്റും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഴയ വേർഷൻ നിങ്ങളൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണ്ട. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന നേരെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഗെയിം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ വരുമ്പോഴത്തേക്ക് BA1 എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പ്ലെയിൻ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ BA2, BA3, BA4, BA5, BA6, BA7, BA8, BA9, BA10 വരെ നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കും കിട്ടുന്നത് തുടക്കം നമുക്ക് കയറുമ്പോൾ. അല്ലാതെ ഞാനിപ്പം നേരത്തെ കാണിച്ച പോലെ തന്നെ B6 തൊട്ട് B10 വരെ പ്ലെയിനും B1 തൊട്ട് B4 വരെ ഇമേജസും അല്ലായിരിക്കും. അത് നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യുന്നതാണ്, കസ്റ്റമൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ആ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിവിടെ ഓരോന്നും ബാനറും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. ഇവിടെ ബാനറാണ് നമ്മളിതിന് ഉദ്ദേശിച്ച് വെപ്പിക്കുന്നത്, ബാനർ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ BA8 എടുത്ത് B9 എടുത്ത് B10 വരെ എടുത്തിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ B10 ലാസ്റ്റ് എടുക്കാൻ പോകുന്നത് ഞാനിവിടെ B9 എടുത്തിട്ടുണ്ട്. ഇനി B10 കൂടെ ഉള്ളൂ. B10 കൂടെ എടുത്ത് തന്നെ നമുക്ക് ബാക്കി നമ്മുടെ പ്രൊസീജിയറിൽ കാര്യങ്ങളിലേക്ക് നടക്കാം. നിങ്ങളെല്ലാവരും ഇങ്ങനെ എടുക്കണോ എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഒരെണ്ണം എടുത്താൽ മതി. അതിനകത്ത് ഇമേജ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ചെറിയ റിസ്ക് കാര്യങ്ങൾ ഞാനിപ്പോൾ ക്ലിയർ ആക്കി തരുന്നതാണ്. അത് ഓരോന്നായിട്ട് എന്താ എടുത്താലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമുക്ക് ബാൻ എന്ന് ടൈപ്പ് ചെയ്യണം. BAN1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടിക്ക് കൊടുത്താൽ നമ്മുടെ ഗാലറിയിലേക്ക് പോകും. ഗാലറിക്ക് പോയിട്ട് ഒരു ഇമേജ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് BA1 ആഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും വന്നിട്ടില്ല. അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ BAN2 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ടിക്ക് കൊടുക്കണം. അപ്പോൾ BAN2 വന്നതിന് ശേഷം നമുക്കിവിടെ ഒരു ഇമേജ് കാര്യങ്ങൾ സെലക്ട് ചെയ്യണം. ഞാൻ ഇവിടെ BAN2 ഒരു ഇമേജ് കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് തന്നെ BAN3 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെയും നമ്മൾ നേരെ ഗാലറിയിലേക്ക് പോകുന്നതിന് ശേഷം ഒരു ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ് 3 ഇമേജ് കാര്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. 3 ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാം പ്ലെയിൻ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇനിയാണെങ്കിൽ ഇവിടെയാണ് ഞാൻ കുറച്ചുകൂടെ മാറി നിന്നിട്ട് BA1 എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നമുക്കിവിടെ പ്ലെയിൻ ആയിരിക്കും കാണുന്നത്. എന്നാൽ പക്ഷേ നമ്മൾ ഗെയിം ഒന്ന് ബാക്ക് പോകേണ്ടതാണ്. ഗെയിം ബാക്ക് പോയതിന് ശേഷം പ്ലേ കൊടുക്കേണ്ടതാണ്. നമുക്ക് സൈഡിൽ ആരോ ഉണ്ടല്ലോ, ആ സാരോ കേട്ട് പിന്നെ ബാക്കോട്ട് പ്ലേ കൊടുത്താൽ നമ്മളിത് പിന്നെ ഗെയിമിനകത്ത് എൻ്റർ ആയതിന് ശേഷം ഇനി നമ്മൾ BA1 എന്ന് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ BA1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് കാര്യങ്ങളൊക്കെ ആഡായ ഇമേജ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. ഞാനത് കാണിച്ചു തരുന്നതാണ്. അപ്പം ഇവിടെ വന്നതിന് ശേഷം BA1 എന്ന് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ബാൻ അടിക്കേണ്ട ആവശ്യമില്ല. BA1 അടിച്ചാൽ നമുക്ക് ഓൾറെഡി ആഡായ ഇമേജ് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. BA2 എന്നടിക്കുമ്പോൾ അടുത്ത ഇമേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ BA3 എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ BA3 ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ അടുത്ത ഇമേജ് കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് 3 ഇമേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് BA4 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് പ്ലെയിൻ ആയിട്ടുള്ള സാധനമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി BAN എന്ന് ടൈപ്പ് ചെയ്ത് 4 എടുക്കണം. 4 എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജും കാര്യങ്ങളും ഇവിടെ ആഡ് ചെയ്യും. ഞാനിവിടെ തുടക്കത്തിലെ അപ്ഡേറ്റിൻ്റെ ഒരു ഇമേജ് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത് ഡണ്ണ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ BA4 ഇപ്പോൾ അടിച്ച് കഴിഞ്ഞാൽ പ്ലെയിനായിട്ടേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഒന്നുകൂടെ ബാക്ക് പോയതിന് ശേഷം പിന്നെ ഗെയിമിൻ്റെ സെൻറ്റർ ആണ്. പിന്നെ ഗെയിമിൻ്റെ സെൻറ്റർ ആയതിന് ശേഷം മാത്രമേ നമുക്ക് BA4 എന്ന് കിട്ടത്തുള്ളൂ ആ ഇമേജ് കാര്യങ്ങൾ. അപ്പം ഇച്ചിരി ചടങ്ങും കാര്യങ്ങളാണ് ഇത് വരുന്നത് ഇങ്ങനെ ആക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1 തൊട്ട് 10 വരെ ഇവിടെ സ്പോൺ ചെയ്തിട്ട് 1 തൊട്ട് 10 വരെ നമ്മൾ എല്ലാ തരത്തിലും ഇമേജ് ആഡ് ചെയ്യണോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് BA4 ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇമേജും കാര്യങ്ങൾ വന്നിട്ടാണ്. അപ്പം ഈ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നീ കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടതാണ്. ചെയ്താലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ എന്ന് കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്.